നമസ്കാരം. ജൂലൈ 8, 2024 മുതൽ 2025 മാർച്ച് 16 വരെയുള്ള സമയങ്ങളിൽ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ മീനം രാശിയിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും. അതുപോലെ ജൂൺ 30, 2024 മുതൽ നവംബർ 15, 2024 വരെയുള്ള സമയങ്ങളിൽ ശനി വക്രഗതിയിൽ കുംഭം രാശിയിൽ ഗോചരം ചെയ്യുന്നതായിരിക്കും. ഗോചരം എന്നത് അതായത് രാഹുവിനെ പോലെയുള്ള ഒരു പാപഗ്രഹം അല്ലെങ്കിൽ ഒരു ഷാഡോ പ്ലാനറ്റ് എന്ന് പറയാം. മറ്റൊരു തരത്തിൽ കലിയുഗത്തിൻ്റെ രാജാവാണെന്ന് പറയാം. ഇല്യൂഷനിസ്റ്റാണ്, മായാവിയാണ്. സിനിമയെ, മായാലോകത്തെ, ഇൻഫർമേഷൻ ടെക്നോളജിയെ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളെ അധികമാരും ആൾക്കാർ കടന്നു ചെല്ലാത്ത മേഖലകളിൽ പോസിറ്റീവാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ, അതുപോലെ IT ഫീൽഡുകളിലൊക്കെ നല്ല റിസൾട്ട് തരാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് രാഹു. അതുകൊണ്ട് തന്നെ നമുക്ക് രാഹുവിൻ്റെ ഗോചരങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കേണ്ടതുണ്ട്, അതിനെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതുണ്ട്. ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലൂടെയാണ് രാഹു ഗോചരം ചെയ്യാൻ പോകുന്നത് എന്നതാണ് പ്രത്യേകത. കുംഭത്തിൻ്റെ അധിപനാണ് ശനി. അപ്പോൾ കുംഭത്തിൽ തന്നെ കുറച്ച് നാളുകൾ വക്രഗതിയിലും സഞ്ചരിക്കുകയാണ്. ജൂൺ 30 മുതൽ നവംബർ 15 വരെയുള്ള സമയങ്ങളിൽ 2024. അപ്പോൾ ഇത് കുംഭത്തിൻ്റെ തന്നെ ഒരു കോ റൂളറാണ് രാഹു എന്നും പറയാം. അപ്പോൾ ഈ ഒരു ഗോചരം എന്നത്, രാഹുവിൻ്റെ ഒരു ഗോചരം ഈ 2025 മാർച്ച് പകുതി വരെയുള്ള സമയത്ത് ഗോചരമാണെങ്കിലും ശനിയുടെ ഈ ജൂൺ 30 മുതലുള്ള വക്രഗതിയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു സമയമായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ശനി ഇവിടെ ആവശ്യപ്പെടുന്നത് ജൂൺ 30 മുതൽ നവംബർ 15 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നേരത്തെ പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ, ചില കർമ്മങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ അത് പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ശനി ഇവിടെ പലർക്കും പുതിയ അവസരങ്ങൾ കൊണ്ടുതരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സമയത്തെ ഈ ഒരു ഗോചരം എന്നത് കുറച്ചുകൂടി നീട്ടി പറഞ്ഞാൽ, രാഹുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത വർഷം മാർച്ച് വരെയുള്ള സമയങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യാൻ, വിദേശത്ത് പോയി പഠിക്കാൻ, IT ഇൻഫർമേഷൻ ടെക്നോളജിയിലും മറ്റു ടെക്നിക്കൽ ഫീൽഡുകളിലും ശരിക്കും ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന, ഡാറ്റ മാനേജ് ചെയ്യുന്ന, അതുപോലെ എന്തൊക്കെ സാധ്യതകൾ ടെക്നിക്കൽ ഫീൽഡ് നമുക്ക് കൊണ്ടുതരുന്നുവോ അതിനൊക്കെയുള്ളൊരു വലിയ അവസരങ്ങൾ തരുന്ന സമയമായിരിക്കും. ശനിയുടെ വക്രഗതി പറയുന്നത് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ഒരു അവസരം അത് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നൊരു സമയമായിരിക്കും. ചിലർക്കത് ജോലിക്കായുള്ള അവസരമായിരിക്കാം, ചിലർക്ക് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു പുതിയ തുടക്കം എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അവിടെ ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. രാഹുവിൻ്റെയും ശനിയുടെയും ദശാന്തർദശകൾ, പ്രത്യന്തർദശകളിലൊക്കെ ഇതിൻ്റെ ഇഫക്ട്സ് അനുഭവിക്കാൻ കഴിയും. തീർച്ചയായിട്ടും കുംഭത്തിൽ ഗ്രഹങ്ങളിരിക്കുന്നുണ്ടെങ്കിലും ഉത്രട്ടാതിയിൽ ഗ്രഹങ്ങളിരിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഇതിൻ്റെ ഫലം കൂടുതലായിട്ടും അറിയാം. പക്ഷെ ഒരു പോസിറ്റീവായ കാര്യം എന്നത് ഒരുപാട് തൊഴിൽ അവസരങ്ങൾ കൊണ്ടുതരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ദശാകാലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മകാരക, അമാത്യകാരക ഗ്രഹങ്ങൾ ഈ ഉത്രട്ടാതിയിലും പൂരുരുട്ടാതിയിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ, കുംഭത്തിലെ പൂരുരുട്ടാതിയിലാണെങ്കിലും കുംഭം രാശിയിലിരിക്കുകയാണെങ്കിലും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ നിങ്ങൾ എന്തെങ്കിലും പരീക്ഷയൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടില്ല എന്ന ഒരു ദുഃഖത്തിലാണെങ്കിൽ, നിങ്ങളുടെ ഈ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു വിജയം കൊണ്ടുതരുന്ന സമയമായിരിക്കും. പക്ഷെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് കുറച്ച് പ്രാരാബ്ധങ്ങളെ കൂടി കാണിക്കുന്നു. ശനി കർമ്മത്തിൻ്റെ കാരകഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ 7 ശനി നടക്കുന്നവർക്കും ശനി മഹാദശയിൽ അതിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ പ്രത്യേകം അനുഭവങ്ങൾ വരുന്നൊരു സമയമാണ്. ശനി ഒരു തരത്തിൽ കർമ്മകാരകനായതുകൊണ്ട് ആ ഒരു കർമ്മഫലം മുഖം നോക്കാതെ കർമ്മഫലം തരുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഇപ്പോൾ വരുന്നതിന് അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കുക. മേടം ലഗ്നം, മേടം രാശിക്കാർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഈ ഒരു സമയത്ത് അവരുടെ ഒരു സ്റ്റാറ്റസിനെ പറ്റി, ജോലി സ്ഥലത്തെ അവരുടെ ഒരു പൊസിഷനെ പറ്റി ഒക്കെ അവരെ ചിന്തിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. അത്തരം അനുഭവങ്ങളുണ്ടാകും.
പബ്ലിക് ഫിഗർ ആണെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേലധികാരിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പാഠങ്ങൾ ശനി ഇവിടെ പഠിപ്പിച്ചു തരും. അതായത് ഒന്ന്, പുനർവിചിന്തനം നടത്താനായിട്ട്. എന്താണ് എനിക്ക് കിട്ടിയ കർമ്മം, അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒന്ന് ചിന്തിപ്പിക്കുന്ന സമയമായിരിക്കും. അതായത് പ്രഷർ ഇവിടെ തരാനിരിക്കുകയാണ് ശനി. ആ പ്രഷറിലൂടെ പാഠം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആരാണോ ആ ഒരു ശനി തരുന്ന സമ്മർദ്ദം സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നത്, അവർക്ക് മുന്നോട്ട് വഴികൾ തുറന്നു തരുന്നതാണ്. അതുകൊണ്ട് ശനി ഇവിടെ തരുന്ന സമ്മർദ്ദങ്ങൾ എന്നത് ചിലപ്പോൾ നമ്മളെ കുറച്ചുകൂടി ലോ പ്രൊഫൈലിൽ വയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഏത് പോസ്റ്റിലിരിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ശനി പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഇന്നതാണ്, ഇന്ന ജോലിക്കാരനാണ്, ഇന്ന പോസ്റ്റാണ്, ഇന്ന ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഇന്ന ഫിഗറാണ് എന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടെങ്കിൽ ശനി ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു തരും. അതായത് നിങ്ങൾക്ക് നാച്ചുറലി അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്, അതെന്താണ് എന്നുള്ള ചില പാഠങ്ങൾ പഠിപ്പിക്കും. അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ പ്രാരാബ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കർമ്മഫലങ്ങൾ നമ്മളിവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് ഇടവം ലഗ്നക്കാരെ, ഇടവം രാശിക്കാരെ പറ്റി ചിന്തിച്ച് നോക്കിയാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായിട്ട്, പിതാവുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടുള്ള ചില കർമ്മങ്ങൾ പൂർത്തിയാക്കാനുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യമായാലും, അതുപോലെ പിതാവിൻ്റെ ആരോഗ്യമായാലും, അതുപോലെ നിങ്ങളുടെ ഒരു ഉന്നത വിദ്യാഭ്യാസം, അതായത് നിങ്ങൾ എന്താണോ നേരത്തെ ധരിച്ചു വച്ചിരിക്കുന്നത് അതിൽ ചില മാറ്റങ്ങൾ ശനി കൊണ്ടുതരുന്നതായിരിക്കും. നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ? ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി ആയിരിക്കാം, എനിക്ക് ദൂരെ പോയി പഠിക്കാൻ കഴിയില്ല, എനിക്ക് ഇന്ന കോഴ്സ് വേണം, പക്ഷേ എനിക്ക് ദൂരെ പോയി പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ദൂരെയുള്ളൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ഇത്തരം തീരുമാനങ്ങൾ, നിങ്ങൾ മറ്റ് പല കാര്യങ്ങളാൽ നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ശനി നിങ്ങളെ ഒന്നുകൂടി ചിന്തിപ്പിക്കും. പല കാര്യങ്ങളും നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ശനി നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ആ കംഫേർട്ട് സോൺ വിട്ടിട്ട് മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കാനും ചിന്തിപ്പിക്കുന്നതായിരിക്കും. അതായത് ഇവിടെ നിങ്ങളുടെ ഭാഗ്യോദയം എന്നത്, നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കൊരു ഭാഗ്യമുണ്ട് എന്നത്, ആ ഭാഗ്യം കർമ്മം കൊണ്ട് സൃഷ്ടിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോവുകയാണ്. അധ്വാനിച്ചാൽ മാത്രമേ എൻ്റെ ഭാഗ്യവും തെളിയൂ എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു ഫിലോസഫി ആയിരിക്കും, ആ തത്വശാസ്ത്രമായിരിക്കും ശനി ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെക്കുറിച്ച് വിഷമിപ്പിക്കും. അതായത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെയുള്ള ചില കർമ്മങ്ങൾ നിങ്ങളോട് പൂർത്തിയാക്കാൻ ആവശ്യപ്പെടും. ഇതിൽ പലതും നിങ്ങൾ പെൻഡിങ് വച്ചതായിരിക്കും, ഉപേക്ഷിച്ചതായിരിക്കും. ചില ആൾക്കാർക്ക് ചില നഷ്ടപ്പെട്ട അവസരങ്ങളായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് റിസൾട്ട് വരുന്നത്. ഇവിടെ പ്രോമിനൻ്റായിട്ട് ഇടവം ലഗ്നക്കാർക്ക് ഇവിടെ പ്രോമിനൻ്റായിട്ട് നിങ്ങളുടെ ദശ അന്തർദശകൾക്കാണ് ഈ കുംഭത്തിലും അതുപോലെ തൃട്ടാതിയിലും ഒക്കെ ഗ്രഹങ്ങളിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടിയാണ് ഫലം വരുന്നത്. മിഥുനം ലഗ്നക്കാരെ, മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിയിലെ ഒരു പരിവർത്തനമായിരിക്കാം, നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ചെയ്തിരുന്ന ഉത്തരവാദിത്തങ്ങൾ, ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ജോബ് പ്രൊഫൈൽ അത് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കത്ര പരിചയമില്ലാത്ത മേഖലകൾ, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ഒരു അകാരണമായിട്ടുള്ള ഭയം വന്നു എന്ന് വരാം. അപ്പോൾ ഈ ഒരു മാറ്റത്തെ അംഗീകരിക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് വിട്ടുപോയി എന്ന് വരാം. പ്രത്യേകിച്ച് നിങ്ങളൊരു ജോലി സ്ഥലം ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്, ഒരു ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്, അതുപോലെ നിങ്ങളുടെ മേലധികാരി മാറാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ മറ്റൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള മേലധികാരി മാറിയിട്ട് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടുന്നൊരവസ്ഥ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പിതൃസ്വത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വം വരാനായിട്ട്, നേരത്തെ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നു വരികയാണെങ്കിൽ നിങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പിതൃസ്വത്ത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ ദശാകാലങ്ങൾ അനുകൂലമായി കഴിഞ്ഞാൽ
അത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് അവിടെ ദശാകാലങ്ങൾക്കുള്ള പ്രത്യേകത. ദശ എന്നത് നമ്മുടെ സമയമാണ്, നമ്മുടെ പ്രാരാബ്ധം നമ്മൾ കടന്നു പോകുന്ന സമയമാണ്. അത് ഓരോരുത്തർക്കും ദശാന്തർ പ്രത്യന്തർ ദശകൾ വ്യത്യാസമുണ്ട്. നമ്മുടെ ജാതകത്തിൽ ഈ ദശാനാഥന്മാർ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും കൂടിയാണ് ഫലം. അപ്പോൾ ഒരു മാറ്റം, ഒരു വലിയ മാറ്റം കൊണ്ടുതരാൻ സാധ്യതയുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ വിസിബിളായിട്ട് വരുന്നത് ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഈ പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങളിൽ ഇരിക്കുന്നില്ലെങ്കിൽ, കുംഭത്തിലും മീനത്തിലും ഒന്നും ഗ്രഹങ്ങളൊന്നും ഇരിക്കുന്നില്ല, ദൃഷ്ടിയില്ല എങ്കിൽ അതിൻ്റെ ഫലം കുറഞ്ഞു വരും, വലിയ ഇഫക്റ്റ് ഉണ്ടാകില്ല. മറ്റു കാര്യങ്ങളുമുണ്ട്, എന്നാലും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. പക്ഷേ ഇതാണ് സാധ്യതകൾ. അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ എന്നത് ശനി കൊണ്ടുതരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഭാഗ്യം, നമ്മൾക്ക് ഭാഗ്യമേ ഇല്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോയത് എങ്കിൽ, നല്ല ദശാകാലങ്ങളുണ്ടെങ്കിൽ, ദശാനാഥൻ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ, തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾക്കൊരു എവിടെ നിന്നല്ലാതൊരു അവസരം, പുതിയൊരു ജോലിക്കായിട്ടുള്ളൊരു അവസരം, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നടന്നിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് പരിഹരിച്ച് കിട്ടാൻ, അങ്ങനെയുള്ള അവസരവും ശനി കൊണ്ടുതരും. അതായത് ശനി കർമ്മഫലം, നിങ്ങളുടെ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്ന കർമ്മഫലം തരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവിടെ കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ, ശനി ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടും, നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആണെങ്കിൽ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ, അവരോട് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തരും. അപ്പോൾ ശനി ഇവിടെ ഒരു വിരക്തിയും തരും. എന്താ പറയുക, ഈ പാർട്ട്ണറുമായിട്ട് വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു താല്പര്യം തോന്നില്ല. എന്നാലും ഈ വ്യക്തി തന്നെയാണ് എൻ്റെ പാർട്ട്ണർ, ഇത് ഞാൻ അംഗീകരിച്ചേ മതിയാവും, ഈ ജീവിതവുമായിട്ട് ഈ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ശനി കൊണ്ടുതരും. അപ്പോൾ ഇത് ചിലർക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, ഏത് ദശകളിലൂടെ അന്തർദശകളിലൂടെ കടന്നു പോകുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ്. വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ശനി ഇവിടെ നിങ്ങളോട് കൂടുതലായിട്ട് നിങ്ങളുടെ ആ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ വേണം. അതുപോലെ മുന്നേ എന്ത് കർമ്മമാണോ അവരുമായിട്ട് നിങ്ങൾക്ക് പെൻഡിങ് ഉള്ളത്, ഒരുപക്ഷെ നിങ്ങൾ അവരെ ശ്രദ്ധിച്ചില്ലായിരിക്കാം, അവരുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, അവർക്ക് വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കുന്നില്ലായിരിക്കാം. ഇവിടെ കർക്കിടകം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ രാശിയാണ്. കൂടുതലായിട്ടും ജീവിത പങ്കാളിയുടെ ആരോഗ്യം, അവരുടെ സുഖ സൗകര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നിങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അതിലും അപ്പുറത്ത് അവർക്ക് ഇമോഷണലി സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നേക്കാം, അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതായി വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ശനി ആവശ്യപ്പെടുന്ന കർമ്മങ്ങൾ. ഇതിന് വിപരീതമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിലും കുറച്ച് വെല്ലുവിളികൾ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇതൊരു നിങ്ങളുടെ പ്രാരാബ്ധമാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, അതിനെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരു വിരക്തി, ഒരു കോൺഫ്ലിക്റ്റ് ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ചിങ്ങം ലഗ്നം, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, ജീവിതത്തിലൊരു റൂട്ടീൻ്റെ ആവശ്യം, ഒരു അച്ചടക്കത്തിൻ്റെ ആവശ്യമൊക്കെയാണ് ഇവിടെ ശനി ആവശ്യപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാനായിട്ട്, എന്താണോ നിങ്ങളുടെ ഒരു കൊലീഗ് സ്ട്രഗിൾ ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ, അതുപോലെ കഴിയുന്നതും വാഗ്വാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ, നിങ്ങളുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങളൊരു ലീഡറാണെങ്കിൽ, ഒരു മാനേജീരിയൽ പോസ്റ്റിലിരിക്കുന്ന ആളാണെങ്കിലും, അതല്ല ഏറ്റവും താഴെത്തട്ടിലുള്ള ആളാണെങ്കിലും, തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം, അതാണ് ഇവിടെ ശനി ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത്, അതിനുവേണ്ടി ഒരു റൂട്ടീൻ അതും ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ശനി ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ സഹായിച്ച വ്യക്തികൾ നമ്മളോട് നന്ദി പറയുമെന്നോ, നമ്മളെ ഓർക്കുമെന്നോ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും വില കൽപ്പിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കർമ്മം ചെയ്യേണ്ടുന്നൊരു സമയത്തെ കൂടിയാണ് കാണിക്കുന്നത്. അപ്പം അതിനെ മനസ്സിലാക്കുക എന്നാണ്. പക്ഷേ ആരോഗ്യം എന്നൊരു കാര്യം, അതായത് നിങ്ങൾ എന്താണോ നീട്ടിവെച്ചത്,
ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്കൊരു വയ്യായിക അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എവിടെയോ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഞാനതിനെ നീട്ടിവെക്കുകയാണ്, അത്ര വലിയ കാര്യമാക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ശനി ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആവാനാണ്. മാത്രമല്ല ശനി ഇവിടെ നിങ്ങളോട് ഒരു വർക്ക് എത്തിക്സ്, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു മൊറാലിറ്റി, ഒരു എത്തിക്സ് അത് ശനി പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെയധികം സിൻസിയറായിട്ടിരിക്കേണ്ടുന്ന വർക്ക് എത്തിക്സ് എന്നത്, പ്രൊഫഷണൽ എത്തിക്സ് എന്നത് ഇവിടെ വളരെ ഫോളോ ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും അന്യായമായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ബയസ്ഡായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ എഗെയിൻസ്റ്റ് ഒന്നും തീരുമാനമെടുക്കുന്നത് ഇവിടെ ശനി അനുവദിച്ചു തരില്ല. അതിൻ്റെ കർമ്മഫലം എന്നത് വലുതായിരിക്കും. അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണിത്. പൊതുവേ ലഗ്നം ചിങ്ങം രാശിക്കാർ വളരെയധികം പ്രൊഫഷണലാണ്, വളരെയധികം ലോജിക്കലാണ്. അതുപോലെ തന്നെ സൂര്യൻ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൂടെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ ആ ക്വാളിറ്റിയാണ് ഇവിടെ ശനിയും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ വളരുമ്പോൾ മറ്റുള്ളവരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആവശ്യം, അതാണ് ഇവിടെ ശനിയുടെ വക്രഗതി ആവശ്യപ്പെടുന്നത്. ഈ ശനിയുടെ നക്ഷത്രത്തിലാണ് രാഹു ഗോചരം ചെയ്യുന്നത്, നിങ്ങളുടെ അഷ്ടമഭാവത്തിൽ. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ കഴിയും. അഷ്ടമത്തിലാണ് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു ഇരിക്കുന്നത്. അതൊരു മാസീവ് ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആവുക കർമ്മത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളിൽ. അത് ഒബ്സർവ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്നത്. കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതും ദശാകാലങ്ങൾ അനുകൂലമാകുമ്പോഴാണ്. ദശാകാലങ്ങൾ വിപരീതമാകുമ്പോൾ ദശാനാഥൻ വെൽ പ്ലേസ്ഡ് അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചസ് തരും. നമുക്ക് എത്ര നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുത്താലും നമുക്ക് വെല്ലുവിളികൾ വരും. അത് പ്രാരാബ്ധമാണ്. അതിനെ അങ്ങനെ കഴിഞ്ഞു പോകാൻ അനുവദിക്കുക. ഒരു നിരീക്ഷകനായിട്ടിരിക്കുക. നമ്മുടെ കർമ്മങ്ങളെ, നമുക്ക് വരുന്ന അനുഭവങ്ങളെ മാറി നിന്ന് നോക്കിക്കാണുക. അതിൽ ഇൻവോൾവ് ആകാതെ എൻ്റെ കർമ്മഫലങ്ങൾ, എൻ്റെ പ്രാരാബ്ധം തീരുകയാണ്, അതിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു. അത് തീർക്കാൻ സഹായിക്കുന്നതിന് ഞാൻ ഇവരോട് കടപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, പക്ഷെ അതിനെ അങ്ങനെ കാണുകയാണ് വേണ്ടത്. കന്നി ലഗ്നം, കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാരീഡ് ലൈഫിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. നിങ്ങളുടെ ഒരു ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യമാണെങ്കിലും, നിങ്ങളുടെ കുട്ടികളുടെ കാര്യമാണെങ്കിലും, അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട്, ബിസിനസ് പാർട്ട്ണറുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം നിങ്ങൾ മനഃപൂർവ്വം വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റിനുള്ള സമയം കന്നി ലഗ്നം, കന്നി രാശിക്കാർക്ക് ശനി അനുവദിച്ച് തരുന്നതല്ല. ശനി അങ്ങനെ ഒരു പ്ലാനറ്റ് അല്ല. ശനി തരുന്ന ക്രിയേറ്റിവിറ്റി എന്നതും വേറൊരു ലെവലിലുള്ളതാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ലൈഫ് തന്നേക്കാം. ഈ ഒരു സമയത്താണെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഏത് ഫീൽഡിലും ആയിക്കോട്ടെ, എഴുത്തുകാരനോ സിനിമയിലോ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഫീൽഡിൽ ഒരു അധ്യാപകനായാലും, അതായത് നിങ്ങളുടെ കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലെവലിൽ ആ ഒരു ഗ്രോത്ത് തരുന്ന സമയമാണ്. അതൊരു സീരിയസ് നേച്ചറാണ് അതിന്. അതിലൊരു എൻജോയ്മെൻ്റ് ഇല്ല, ഒരു ഫൺ പാർട്ട് ശനി തരില്ല. ശനി തരുന്ന ഈ അവസരങ്ങളിൽ തൃപ്തി കണ്ടെത്തേണ്ടതാണ്. അതായത് ഒരാൾക്ക് പഠിക്കാനുള്ള അവസരം തരികയും, നിഗൂഢ വിദ്യ ആയിക്കോട്ടെ, പോലെ എന്തെങ്കിലും പുതിയൊരു നോളജ് വരികയാണ്, ആ നോളജ് നേടാനുള്ള അവസരത്തെ ബഹുമാനിച്ചുകൊണ്ട് അത് നേടിയെടുക്കുക. അത് പഠിക്കുമ്പോൾ അവിടെ കൂട്ടുകാരുണ്ടാകുമെന്നോ, അവിടെ ഒരു സുഹൃത്ത് വലയം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നോ, അതിൽ നമുക്ക് ഷൈൻ ചെയ്യാനുള്ള അവസരമോ അല്ലെങ്കിൽ നമുക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്നോ, അതായത് ആ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അവസരങ്ങൾ, സമയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. അതിനെ ആ ഒരു സീരിയസ് നേച്ചറോട് കൂടി കാണേണ്ട സമയമാണ്. നിങ്ങൾക്കൊരു ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ഒരു ഒരു പ്രണയിനി വരികയാണെങ്കിൽ പോലും അതും ഒരു സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന ഒരു സമയമാണ്. ശനി അങ്ങനെ ഒരു എൻജോയ്മെൻറ്റിലുള്ള ഒരു പാർട്ട്ണറെ തരികയുമില്ല. ഇതാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണർ. ഇവരുമായി നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ പോവുകയാണ്. പരസ്പരം മനസ്സിലാക്കുക. വളരെ സീരിയസ് ആണ് ശനി അങ്ങനെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തരില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് സ്ട്രെയിൻഡ് ആയി പോയിരിക്കും. സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് കാണിക്കുന്നൊരു സമയം കൂടിയാണിത്. നേരത്തെ നിങ്ങളൊരു അഫെയറിലുള്ള വ്യക്തിയാണെങ്കിൽ
ഈ ഒരു പ്രണയം ഈ ഒരു സമയത്ത് കുറച്ച് വെല്ലുവിളികൾ തരും. അതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് സീരിയസ് ആവേണ്ടതുണ്ട്, മെച്ചോർഡ് ആകേണ്ടതുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു റൊമാൻറ്റിക് പാർട്ട്, അല്ലെങ്കിൽ ഒരു ഞാൻ ഇന്നത് ഗിഫ്റ്റ് തന്നു, നീ എനിക്ക് ഇന്നത് തരണം, അല്ലെങ്കിൽ ഇത്ര സമയത്ത് തന്നെ ഫോൺ വിളിക്കണം, ഇന്നത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കാരണമായിരിക്കാം. അതായത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്നത് വളരെ ചെറിയ ലെവലിലുള്ള എക്സ്പെക്റ്റേഷൻസ് ആയതുകൊണ്ട് ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരു ഗ്യാപ്പ് തരാനും ശനിക്ക് കഴിയും. അപ്പോൾ ഇവിടെ മെച്ചുവേർഡ് ആയിട്ടുള്ള അപ്രോച്ച് വേണം. ഇവിടെ ശനി നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവലിൽ ഗ്രോത്ത് തരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ദശാകാലങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റൊക്കെ നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു, എനിക്ക് പ്രൊമോഷൻ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ആ പോസ്റ്റ്, ആ ജോലി, അത് വിദേശത്താണെങ്കിൽ പോലും അത് തരാൻ ശനിക്ക് കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ ശനി ഒരു മാറ്റം തരും, ഒരു ട്രാൻസ്ഫർമേഷൻ തരും. അപ്പോൾ ഈ ഒരു സമയത്ത് നിഗൂഢ വിദ്യകളൊക്കെ പഠിക്കാനാണെങ്കിൽ നല്ല സമയമാണ്. സന്താനങ്ങളെ ചൊല്ലിയുള്ള കുറേ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവരുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളാണെങ്കിലും നിങ്ങളുടെ കുറേ ഫോക്കസ് എന്നത് ജീവിത പങ്കാളി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, അതേപോലെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട്, അതിനൊക്കെ ആയിട്ടുള്ള സമയങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നന്നായി ഉപയോഗിക്കുക. ശനി എപ്പോഴും സമ്മർദ്ദം തരും. നിങ്ങൾ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരം ലഭിച്ചു എന്ന് വരില്ല. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെ ഒരു ക്രിയേഷൻ, ഞാനിപ്പോൾ വരച്ചതുപോലുള്ള ഒരു ചിത്രം, ഞാൻ എഴുതിയതുപോലുള്ളൊരു പുസ്തകം ഇതുവരെ ആരും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമ ആയിക്കോട്ടെ, എന്തും ആ കാര്യത്തിന്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് ഇപ്പോൾ ഒരു ഫലം ലഭിച്ചില്ലെങ്കിലും സമയം മാറി വരുമ്പോൾ അതിന് സാധ്യതകൾ ഉണ്ടാകും. അതായത് ഈ ഒരു സമയത്ത് ശനി പലപ്പോഴും പെൻഡിങ് ആയിട്ടുള്ള കർമ്മങ്ങൾ, നേരത്തെ ബാക്കി വെച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അതുപോലെ നിങ്ങൾക്കുള്ള പ്രണയബന്ധം, വിവാഹിതരല്ലാത്തവർക്ക് നിങ്ങൾക്കുള്ള പ്രണയബന്ധം, ഈ പറയുന്ന ഭാഗങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിക്കോട്ടെ, എന്തെങ്കിലും ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നേരത്തെ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ളൊരു സമയമായിട്ട് ഇതിനെ കണ്ടിട്ട് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പൊതുവേ കന്നി ലഗ്നം, കന്നി രാശിക്കാർ വളരെയധികം ലോജിക്കലാണ്. അങ്ങനെ ഒരു നല്ലൊരു ലോജിക്കൽ അപ്രോച്ച് തന്നെയാണ് ശനി ആവശ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ ഇമോഷണൽ ആകാൻ ശനി ആവശ്യപ്പെടുന്നുമില്ല. ശനി ഇമോഷണൽ ആയിട്ടുള്ള ഗ്രഹവുമല്ല. നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചിന് ശനി ഇവിടെ റിസൾട്ട് തരുന്നതാണ്. അതേസമയം പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സേവകനെ പോലെ പണിയെടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മാനേജറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മാത്രമല്ല മറ്റുള്ളവരുടെ ജോലിയും, അല്ലെങ്കിൽ നിങ്ങളോട് ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ ജോലിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ശനി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ശനിയുടെ ഗോചരങ്ങളിൽ ശനി ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. അത് വീട്ടിലായാലും ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളൊരു സേവകനെ പോലെ ഇരിക്കൂ എന്ന് തന്നെയാണ് ശനി ആവശ്യപ്പെടുന്നത്. അവിടെ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ട്, അതിനാണ് നമ്മൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ശനി നല്ല റിസൾട്ട് തരുന്നതായിരിക്കും. തുലാം ലഗ്നം, തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജന്മനാടുമായിട്ടുള്ളൊരു ബന്ധം, അതുപോലെ അമ്മയുമായിട്ടുള്ള ബന്ധം, അമ്മയുടെ ആരോഗ്യം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം, അതുപോലെ പല ഇഷ്യൂസും ഇമോഷണൽ ലെവലിൽ ഒരുപക്ഷെ മറ്റൊരാളോട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വിഷമങ്ങൾ, അതൊരു പരീക്ഷണമാണ്. ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ ശരിക്കും വിദേശത്ത് ജോലിയാണെങ്കിലും, അതുപോലെ പുതിയ ജോലിക്കായുള്ള അവസരങ്ങളാണെങ്കിലും, ഒരു സ്ഥലം മാറ്റമാണെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ശനി എപ്പോഴും ആ പെൻഡിങ് ആയിട്ടുള്ള കാര്യം പൂർത്തിയാക്കാൻ പറയും. അപ്പോൾ ഇവിടെ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചില കർമ്മങ്ങൾ, അല്ലെങ്കിൽ അമ്മ നിങ്ങൾക്ക് പ്രഷർ വരുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രഷർ വരുന്നത് പോലെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു മാനസികാരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തുലാം ലഗ്നം, തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളാണെങ്കിലും, നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും,
നിങ്ങൾക്കിത് കുറച്ച് വിഷമമുള്ള സമയമായിരിക്കും. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, അതുപോലെ മറ്റു വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധം, കുടുംബസുഖം, ആരോഗ്യം, അതിലേറ്റവും മാനസികാരോഗ്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ്. പലതും ആ ഒരു പഴയ കർമ്മഫലം അനുഭവിക്കേണ്ടുന്നൊരു സമയമാണ്. അതിനെ അംഗീകരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർട്ടി തർക്കങ്ങളിൽ പെടാതിരിക്കുക. പ്രോപ്പർട്ടിയെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം പറയാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ലഭിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലിരിക്കുക. അതിനുവേണ്ടി അടിപിടി കൂടരുത്. അതുപോലെ നിങ്ങളുടെ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്ന കാര്യമാണെങ്കിലും, കുട്ടികളുടെ കാര്യമാണെങ്കിലും, പ്രൊഫഷണൽ ലൈഫാണെങ്കിലും, അതുപോലെ ജന്മനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വന്നൊരവസ്ഥയാണെങ്കിലും ഒക്കെ അതിനെ മനസ്സിലാക്കി പൊരുത്തപ്പെടുക. അപ്പോൾ ശനി ഇവിടെ കുറച്ച് വെല്ലുവിളികൾ, സമ്മർദ്ദങ്ങൾ തരുന്നതാണ്. അതൊരു പരീക്ഷണമാണ്. അതിനെ മനസ്സിലാക്കുക. നമ്മൾ കുറേയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാവധാനം നമ്മുടെ പ്രാരാബ്ധങ്ങൾ കുറഞ്ഞു വരുമ്പോൾ നമുക്കൊരു മനസ്സുഖം വരുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ആധ്യാത്മിക ചിന്തകളോട് കൂടിയിരിക്കുക എന്നതാണ്. അതായത് ഈ ഒരു സമയത്ത് ശനി നമ്മളെ കൊണ്ട് പുനർവിചിന്തനം ചെയ്യിപ്പിക്കും. വീണ്ടും വീണ്ടും എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഇന്ന വ്യക്തികളെയൊക്കെ ഈ തരത്തിൽ കണ്ടു, ഇപ്പോൾ എനിക്കിതാണ് അനുഭവിക്കാൻ കഴിയുന്നത്, എനിക്ക് തിരിച്ച് ലഭിച്ചത് ഇതാണ്. അത് ആരിൽ നിന്നും ആയിക്കോട്ടെ, നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നായിക്കോട്ടെ, അമ്മയിൽ നിന്നായിക്കോട്ടെ, നിങ്ങളുടെ ജന്മനാട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് എൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചിരുന്ന ആ ആൾക്കാരിൽ നിന്നായിക്കോട്ടെ, നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ശനി മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് രാഹു ഉത്രട്ടാതിയിലൂടെ ഗോചരം ചെയ്യുന്നൊരു സമയം കൂടി വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. ബന്ധു ആര്, ശത്രു ആര് എന്നുള്ളൊരു കാര്യം എന്നത് ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ബോധോദയം വരുന്നത്, നമുക്ക് ആ റിയലൈസേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദശാനാഥനൊക്കെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ തരാനുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിയലൈസേഷൻ വരും. അതായത് നമുക്കിവിടെ വലിയ റോളില്ല, നമ്മൾ താൽക്കാലികമായിട്ട് വന്നതാണ്. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള കണക്ഷൻ എന്നത്, ആ ബന്ധം എന്നത് പരമാത്മാവുമായിട്ട് മാത്രമാണ്. നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലാണ് നമ്മുടെ സ്ഥാനം. മറ്റൊന്നും സ്ഥായിയല്ല, സ്ഥിരതയുള്ളതല്ല മറ്റൊന്നും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും ഇവിടെ ശനിദേവൻ. കുറച്ച് സമയമേ ഉള്ളൂ വക്രഗതി എങ്കിലും അവിടെ രാഹു ഉത്രട്ടാതിയിൽ ഗോചരം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ശരിക്കും, മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഷഡരിപുക്കളെ കൂടി രാഹു തുറന്നു കാണിക്കും. അതായത് നിങ്ങളിലെ കാമം കാരണം നിങ്ങൾക്ക് സംഭവിച്ച തെറ്റ്, നിങ്ങളിലെ ലോഭം കാരണം, നിങ്ങളിലെ മോഹം കാരണം, നിങ്ങളിലെ ക്രോധം കാരണം, അതായത് ഷഡരിപുക്കൾ കാമ, ക്രോധ, മോഹ, മത, ലോഭ, മാത്സര്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എന്തു മാറ്റം വരുത്തി? നിങ്ങൾ ഒരാളെ മോഹിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അബദ്ധം പറ്റി? നിങ്ങൾക്ക് മറ്റൊരാളോട് ഒരു അസൂയ പോലെ ചെറിയൊരു ഇത് വന്നതുകൊണ്ട് എന്ത് മാറ്റം സംഭവിച്ചു? ക്രോധം മൂലം എന്ത് സംഭവിച്ചു? അതായത് അങ്ങനെയുള്ളൊരു ചിന്ത നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കുക കൂടി ചെയ്യും. ശരിക്കും ആ ഒരു കുടുംബ ബന്ധവുമായിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് തരുന്നൊരു സമയമായിരിക്കും. അതായത് റിയലൈസേഷൻ തരികയാണ്, ഇതല്ല നിങ്ങൾ കാണുന്നതല്ല യാഥാർത്ഥ്യമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾ പബ്ലിക് അപ്പിയറൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, ആ ഭാഗത്തു നിന്നും നിങ്ങളുടെ വില എന്താണ് എന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ വില എന്ന് വിചാരിച്ചിരുന്നത് ഒരു മനസ്സിലാക്കി തരുന്ന സമയമാണ്. നല്ല ദശാകാലങ്ങളാണെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം തരുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് അവഗണനകൾ ലഭിച്ചിരുന്നുവെങ്കിൽ ശനി ഇവിടെ ഇതാണ് നീ അർഹിക്കുന്നത്. നിൻ്റെ വീട്ടുകാർ, കുടുംബക്കാർ എന്തൊക്കെ നീ അല്ല എന്ന് വിചാരിച്ചാലും, നിന്നെ എത്ര നിന്ദിച്ചാലും നിൻ്റെ കർമ്മഫലം ഇതാണ്, ഇത് നീ ഡിസേർവ് ചെയ്യുന്നു, ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നല്ല ഫലങ്ങളും ശനി തരും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, അതുപോലെ ഗോചരത്തിലെ ഗ്രഹങ്ങളുമായി ദശാനാഥനും ഉള്ള ബന്ധം, നമ്മുടെ അന്തർപ്രത്യന്തർ ദശകൾ, ഇതിനുള്ളൊരു സ്വാധീനം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചേഞ്ചസ് കൊണ്ടുതരുന്ന സമയമാണ്. പലതും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്നത് നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചെറിയ ചെറിയ യാത്രകൾ, ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ജനറലായിട്ട് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ശനി പഠിപ്പിക്കും എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. നിങ്ങളുടെ എഴുതുന്ന ശീലമായാലും, അത് കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മൾ
ഓൺലൈനാണോ ഓഫ്ലൈനാണോ, എഴുതി സംസാരിക്കുന്നതാണോ, നമ്മൾ പറയുന്നതാണോ, അതിലൊന്ന് ഫോക്കസ് ചെയ്യാൻ പറയും. എങ്ങനെ സംസാരിക്കണം, എപ്പോൾ എന്ത് പറയണം. അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചൊരു വെല്ലുവിളി തരുന്ന സമയവുമായിരിക്കും. അപ്പോൾ കുറച്ച് നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നു ജീവിതത്തിൽ, അത് മനസ്സിലാക്കി തരുന്നൊരു സമയമായിരിക്കും അത് നിങ്ങളിലൊരു മാറ്റം വരുത്താൻ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതുമാണ്. തീർച്ചയായിട്ടും ഇവിടെ ദശ അന്തർദശകൾക്ക്, ജാതകത്തിലെ ഗ്രഹങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ്. അതിനനുസരിച്ചിട്ടാണ് ഭവിക്കുന്നത്. അപ്പം നേരത്തെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരുന്നു നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് എങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാനുള്ള അവസരവും ഇവിടെ ശനി കൊണ്ടുതരും. ദശകളുടെ സപ്പോർട്ട്, ദശാനാഥൻ്റെ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ് പരിഹരിക്കാനുള്ള അവസരവും തരും. അപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ടും യാത്ര ചെയ്ത് ജോലി ചെയ്യുമ്പോൾ ശനി ആവശ്യപ്പെടും ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ. അതുപോലെ നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് ഉള്ള യാത്ര, അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൻഡിങ് ആയിട്ടുള്ള ചില കർമ്മങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, അതുപോലെ കുടുംബത്തിലെ പ്രോപ്പർട്ടിയെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യിപ്പിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സംഭാഷണം നിങ്ങൾക്ക് എത്രമാത്രം നഷ്ടം വരുത്തി എന്നത് ചിന്തിപ്പിക്കും ഈ ഒരു സമയത്ത്. അതുകൊണ്ട് ശനിയുടെ ഈ ഒരു വക്രഗതി സമയത്തായാലും രാഹുവിൻ്റെ ഉത്രട്ടാതിയിലൂടെയുള്ള ഗോചര സമയത്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് വർക്ക് പ്ലേസിലെ സംസാരം മൂലം നിങ്ങൾക്ക് ദോഷം വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളോട്, സിബ്ലിങ്സിനോട്, സഹോദരങ്ങളോട് ഒക്കെയുള്ള ആ ഒരു സംഭാഷണം, സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണമാണെങ്കിലും ഒക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അതിനുള്ളൊരു പരിഹാരം എന്നത് നാമജപം ചൊല്ലുന്നതും മറ്റുള്ളവർക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതും, അതായത് കമ്മ്യൂണിക്കേഷൻ എന്നത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. കഴിയുന്നതും ശനിയുടെ കാര്യം പറയുകയാണെങ്കിൽ മൗനവ്രതമാണ് ശനിക്കുള്ള ഒരു പരിഹാരം. ശനി 2ാം ഭാവത്തിൻ്റെയും 3ാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ളത് വൃശ്ചികം, ധനു ആൾക്കാർക്കാണ്. അപ്പോൾ ഇവരോട് പറയുന്ന പ്രധാനപ്പെട്ട റെമഡിയും ഇത് തന്നെയാണ്, മിണ്ടാതിരിക്കുക എന്നാണ്. അതായത് മൗനവ്രതം വളരെ വളരെ വിഷമമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് മൗനവ്രതം എടുക്കാൻ. എന്നാലും കഴിയുന്നതും കുറച്ച് സംസാരിക്കുക എന്നതാണ് ഒരു പരിഹാരം. അതുകൊണ്ട് വൃശ്ചികം രാശി, വൃശ്ചികം ലഗ്നക്കാർ ഒരു സംസാരം ഒന്ന് നിയന്ത്രിക്കണം. ഈ സംസാരം മൂലം അബദ്ധം പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ലഗ്നക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക് പുതിയ ഇനീഷ്യേറ്റീവ് എടുക്കാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുമുള്ള അവസരങ്ങളും ശനി കൊണ്ടുതരുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ശനി ഇവിടെ പഠിപ്പിക്കും, എങ്ങനെ സംസാരിക്കണമെന്നത്. അതായത് നേരത്തെ പറഞ്ഞു പോയ ശനി വക്രഗതിയിൽ ഉണ്ടാകുമ്പോൾ പറയുന്നത്, നേരത്തെ നമ്മൾ എങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നു, എങ്ങനെ ഇന്ന വ്യക്തിയോട് ഇന്ന തരത്തിൽ ഞാൻ പറയരുതായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് തന്നിട്ട് നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തരും. ഓരോ വ്യക്തിക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ശനി കൂടിയാണ്. അതുകൊണ്ട് ശനി നമ്മളെ അത് പഠിപ്പിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട്, മടി കളയാനായിട്ട്, യാത്ര ചെയ്ത് ജോലി ചെയ്യാനായിട്ട്, നിരന്തരം അധ്വാനിക്കാനായിട്ട്, നേരത്തെ നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട്, അതുപോലെ സ്വപ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകാൻ ഒക്കെ ശനി നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ദശാകാലങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷവും തരും. അതായത് ഓൺലൈൻ ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല സമയങ്ങളും കൊണ്ടുതരും. ധനു ലഗ്നം, ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശനിയുടെ വക്രഗതിയാണെങ്കിലും രാഹുവിൻ്റെ ഉത്രട്ടാതിയിലൂടെയുള്ള ഗോചരമാണെങ്കിലും ആവശ്യപ്പെടുന്നത് എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജന്മസ്ഥലവുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് ജീവിച്ചിരുന്ന ആ സ്ഥലത്തു നിന്നും മാറി നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നുവോ അത്രയും നല്ലതാണ്. കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ട് വരും. ആ ഒരു സേവിങ്സിൻ്റെ ഭാഗത്ത് ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ടുതരും ശനി. നമ്മൾ വിചാരിക്കും നമ്മളുടെ ഇന്ന ചിലവുകളൊക്കെ കുറച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങണം, നമുക്കും വേണം കുറച്ച് സേവിങ്സൊക്കെ. പല ഭാഗത്ത് പണം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളാണ്, എപ്പോഴാണ് എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും ഇവിടെ ശനി അതിന് വെല്ലുവിളികൾ തരും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ശനി നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തവും തരും, പണം ചെലവഴിക്കേണ്ടി വരിക കുടുംബത്തിനായിട്ട്, ചിലവ്, അതായത് വീട്ടിലെ ചിലവുകൾക്കായിട്ട് ഒക്കെ പണം ചിലവഴിക്കേണ്ടി വരിക. അത് നിങ്ങൾക്ക് ആ വെൽത്ത് അക്യുമുലേഷന്, പണം സ്വരൂപിച്ച് കൂട്ടുന്നതിന്
ബാക്കി വയ്ക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നതാണ്. ശനി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ നമ്മളും കുറച്ച് സീരിയസ് ആവേണ്ടതുണ്ട്. നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കരുത് ഈ ഒരു ഗോചരം എന്നത്. അതുകൊണ്ട് നമ്മുടെ ചിലവുകളെ ഒന്ന് നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാരീഡ് ലൈഫിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, നിങ്ങൾ ദീർഘകാലമായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നില്ല, നിങ്ങൾ മാത്രമാണ് ചിലവഴിക്കുന്നതെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി നിങ്ങൾ സീരിയസ് ആവേണ്ടതുണ്ട്. അതായത് ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു ഇക്വാലിറ്റിയിലേക്ക് സ്പെൻഡിങ് വരുമ്പോൾ, കുടുംബത്തിലെ ചിലവുകൾ വരുമ്പോൾ ഈക്വലി ചിലവാക്കണം എന്നുള്ളൊരു കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കും ഇവിടെ ശനി. പക്ഷെ നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്നത് കുടുംബത്തിലെ ചിലവുകൾ, നിങ്ങളുടെ സേവിങ്സ് എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനെപ്പറ്റിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഗോചരം നിങ്ങൾക്ക് ആ ഒരു സേവിങ്സിനായിട്ടുള്ളൊരു ആ ഒരു സ്വഭാവം കൊണ്ടുതരും. നേരത്തെ ഒരുപാട് ചിലവഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, വ്യക്തിയാണെങ്കിൽ ശനി ഇവിടെ സാഹചര്യങ്ങൾ തരും നിങ്ങൾക്ക്. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നുള്ള അപമാനമായിരിക്കാം, ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നുള്ള അപമാനമായിരിക്കാം. അതായത് പലതരത്തിലും കുത്തുവാക്കുകളാണെങ്കിലും പലതരത്തിലും ഇവിടെ ശനി നിങ്ങൾക്ക് വെല്ലുവിളികൾ തരും. ആ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു സേവിങ്സ് നേച്ചർ, നിങ്ങൾക്ക് പണം സ്വരൂപിക്കാനുള്ളൊരു സ്വഭാവം നിങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതും ശനി തന്നെയായിരിക്കും. ശനി എപ്പോഴും സമ്മർദ്ദം തന്നിട്ടേ നമുക്ക് എന്തും തരൂ. രാഹുവിൻ്റെ ഈ ഒരു പൊസിഷൻ ആണെങ്കിലും, രാഹു ഉത്രട്ടാതിയിലൂടെ ഗോചരം ചെയ്തിട്ട് ശനിയുടെ വക്രഗതി ഇപ്പോൾ നവംബർ പകുതി വരെയുള്ളൂ എങ്കിലും രാഹു ഉത്രട്ടാതിയിൽ അടുത്ത വർഷം മാർച്ച് വരെയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മാറി നിൽക്കൂ, ജന്മസ്ഥലത്ത് നിന്ന് മാറി നിൽക്കൂ, കുടുംബവുമായിട്ട് ഇമോഷണൽ കണക്ഷൻ അറ്റാച്ച്മെൻറ്റ് വേണ്ട, നിങ്ങൾ ധാർമ്മികമായിട്ട് കർമ്മം ചെയ്യണം, കർമ്മബന്ധമാണിതെല്ലാം. ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ സ്ഥിരമായിട്ട് ചിലവഴിക്കുന്നത്, നിങ്ങൾ എന്തുദ്ദേശത്തിലാണോ ഒരുപാട് എന്ന വ്യക്തിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, അതിലൊരു കൺട്രോൾ വയ്ക്കാൻ ശനി ആവശ്യപ്പെടും. അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ശനി കൊണ്ടുതരുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അന്തർദശാകാലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു എനർജി എന്നത് വെൽത്ത് അക്യുമുലേഷൻ്റെ കാര്യം വരുമ്പോൾ അത് കുറച്ചിവിടെ സെൽഫിഷ് ആകേണ്ടതുണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കും, സാഹചര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ ജോലി സ്ഥലത്ത് നിന്നായാലും ഇവിടെ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയി വരുന്നത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് ജനിക്കുകയല്ല, നമ്മളെ ശനി സ്ട്രോങ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്തത് സമ്മർദ്ദങ്ങൾ തന്നിട്ട്. അപ്പോൾ ലഗ്നം ധനുരാശിക്കാർക്ക് ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ഗാർഹിക അന്തരീക്ഷത്തിൽ ഒരു മ്ലാനത, ഒരു ഡള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, വലിയൊരു സന്തോഷം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് മുന്നേ വീട്ടിലേക്ക് എത്താനുള്ള ഒരു സന്തോഷം, ആ ഒരു തത്രപ്പാട് അതുണ്ടായിന്ന് വരില്ല. പോണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോകുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും ഇവിടെ നെഗറ്റീവായിട്ടുള്ള ദശകൾ വരുമ്പോഴാണ് ഇത് കൂടുതൽ ഫലിക്കുന്നത്. അതായത് നമുക്ക് ആ വീടുമായിട്ട് ആ ഒരു ഗാർഹിക സുഖം എന്നത്, നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാർ, ചിരിച്ചുകൊണ്ട് വരവേൽക്കുന്ന ആൾക്കാർ, ആ വീട്ടിലെ കളിച്ചിരികൾ, ഇതൊക്കെ കുറച്ച് കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം എന്നത് കുറേയൊക്കെ ഇമോഷണലിയാണ് ബാധിക്കുന്നത്. ശനി ഇവിടെ ധനസമാഹരണത്തിന് സാഹചര്യങ്ങൾ തന്നിട്ട് സഹായിക്കുമെങ്കിലും ഇമോഷണലി കുറച്ച് ഡ്രെയിനാക്കും. അതൊക്കെ പാഠങ്ങളാണ്, നമ്മുടെ പ്രാരാബ്ധങ്ങൾ തന്നെയാണ്. ദശാകാലങ്ങൾ വരുമ്പോൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ തീവ്രത കൂടുന്നതും. വളരെ നല്ല ദശയാണ്, ദശാനാഥൻ വെൽ പ്ലേസ്ഡ് ആണ് എങ്കിൽ ഇതിൻ്റെ പ്രഷർ അറിയില്ല. ഒരുപക്ഷെ ഒരു ഉയർച്ച തന്നിട്ടായിരിക്കാം, ഒരു പോസ്റ്റ് തന്നിട്ട് അവിടെ ചില ഉത്തരവാദിത്തങ്ങൾ തരുന്നതായിരിക്കാം. അത് ഒരേ സമയം നിങ്ങൾക്ക് സന്തോഷവും തരും, കുറച്ച് ഉത്തരവാദിത്തങ്ങളും തരും. അപ്പോൾ വിവിധ ദശാകാലങ്ങൾക്കും ജാതകത്തിലെ ഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട് വ്യത്യസ്ത ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇവിടെ നിങ്ങളുടെ മടി കളയാൻ ആവശ്യപ്പെടും. നേരത്തെ മടി കാരണം മാറ്റിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കും. കുട്ടികളാണെങ്കിൽ വീണ്ടും പരീക്ഷകൾ എഴുതുക, വീണ്ടും നേരത്തെ ആഗ്രഹിച്ച കോഴ്സിന് ഒന്നുകൂടി പഠിക്കാൻ പറയുക. അതായത് ആ മടി കളഞ്ഞ് അധ്വാനിക്കാൻ പറയുന്നൊരു സമയമാണ്. കുറേയൊക്കെ ആ ഒരു നീട്ടിവെക്കുന്ന സ്വഭാവം അതിനെ മാറ്റാൻ ആവശ്യപ്പെടുന്നതായിരിക്കും ശനി. ക്ഷമ പഠിപ്പിക്കും. നിങ്ങൾ ആവർത്തിച്ച് ഒരു ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് അതിന് ഫലം കാണാതെ വരുമ്പോൾ വീണ്ടും ചെയ്യിപ്പിച്ചിട്ട് ഇതാണ് അധ്വാനത്തിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ ഇതാണ് ആവർത്തിച്ച് ചെയ്താലുള്ള ഫലം എന്ന് പറഞ്ഞ് നമ്മളെ അത് കാണിക്കുന്നൊരു സമയമായിരിക്കും.
അപ്പോൾ ഇവിടെ ഇത് നിങ്ങളെ ഒന്ന് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വരുന്നൊരു സമയമാണ്. മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം പഠിപ്പിക്കുന്നതായിരിക്കും ഇവിടെ ശനി. നിങ്ങൾ എന്താണ് നിങ്ങളെപ്പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത്? ഞാൻ നല്ല അധ്യാപികയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല എൻജിനീയറാണ്, ഞാൻ നല്ല സാമൂഹിക പ്രവർത്തകനാണ്, ഞാൻ നല്ല കലാകാരനാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ശനി ഇവിടെ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ട് ഇതിലും നല്ലതാകാൻ പറ്റും നിങ്ങൾക്ക് എന്ന് കാണിച്ചു തരുന്ന സമയമായിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുതരുന്നതാണ്. ഈ സാഹചര്യങ്ങൾ എന്നത് ദശാകാലങ്ങൾക്കും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷനും അനുസരിച്ചിട്ടാണ് അത് നമുക്ക് ലഭിക്കുന്നത്. എത്രമാത്രം ഈ ഗോചരവുമായിട്ട് നിങ്ങളുടെ ജാതകം അലൈൻഡ് ആയിട്ട് വരുന്നുവോ അത്രയും ഫലം ലഭിക്കും. ഇവിടെ കുറേയൊക്കെ നിങ്ങളുടെ ആ ഒരു ഫിനാൻസിനെ പറ്റി, കുടുംബത്തെ പറ്റി, അതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ, നിങ്ങളുടെ പെർസിവിയറൻസ്, നിങ്ങൾ എത്രമാത്രം അധ്വാനിക്കുന്നു, എത്രമാത്രം കഷ്ടപ്പെടാൻ റെഡിയാണ്, എത്രമാത്രം നിങ്ങൾ കംഫർട്ട് സോൺ വിട്ടിട്ട് ജോലി ചെയ്യാൻ റെഡിയാണ്, ഇതൊക്കെ പരീക്ഷിക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സമയങ്ങൾ നല്ലതായിരിക്കും. കുംഭം ലഗ്നം, കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇവിടെ നിങ്ങളോട് കുറേ ത്യാഗം ചെയ്യാൻ ആവശ്യപ്പെടും. നിങ്ങളുടെ സുഖം, നിങ്ങളുടെ സന്തോഷം, കുറച്ച് ത്യാഗങ്ങൾ ആവശ്യപ്പെടും. അതുപോലെ കുറച്ചൊക്കെ ശനിയുടെ ഈ ഒരു ഗോചരം നിങ്ങളുടെ മാരീഡ് ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ബെഡ്റൂം ലൈഫിനെ കുറച്ച് ബാധിക്കുന്നതായിരിക്കും. ഒരു പാർട്ട്ണറുമായിട്ടുള്ള ഒരു വിരക്തി, ഒരു പക്ഷേ ജോലി തിരക്കുകൾ കാരണം ജീവിത പങ്കാളിയുമായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള സാഹചര്യം കൊണ്ടുതരും. പക്ഷേ ഇവിടെ ശനി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആധ്യാത്മികതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പല ത്യാഗങ്ങളും, പല സുഖങ്ങളും നിങ്ങളുടേത് വേണ്ടാന്ന് വയ്ക്കുന്ന സാഹചര്യങ്ങൾ, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് ഇതല്ല യാഥാർത്ഥ്യം എന്നത് മനസ്സിലാക്കി തന്നിട്ട്, അതായത് നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് നയിക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഇത് ശനിയുടേത്. അപ്പോൾ ആരാണോ ഇത് മനസ്സിലാക്കിയത് അവർക്ക് നല്ല സ്പിരിച്വൽ ഗ്രോത്ത് തരുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് കുറച്ചൊക്കെ ആശുപത്രി ചിലവുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്, തീർത്ഥയാത്രകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒക്കെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ അന്തർദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുന്നതാണ്. അതേസമയം നമ്മൾ ഈ വെല്ലുവിളികളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, എന്തുകൊണ്ടാണ് എനിക്ക് ത്യാഗം ചെയ്യേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ എനിക്ക് കുനിഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് വർക്ക് പ്ലേസിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്, അപ്പോൾ ഈ വെല്ലുവിളികൾ എന്ന കാര്യം ആരോഗ്യമായാലും ഇതിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കുറച്ച് ടെൻഷൻ തരുന്നതായിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോയ്ക്കനുസരിച്ച് പോകാൻ കഴിയുന്നതാണ്. പിന്നീട് അതിൻ്റെ ആ ഒരു പ്രാരാബ്ധം കുറഞ്ഞു വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ശനി പഠിപ്പിക്കുന്നത് ആ ഒരു വൈരാഗിയാവാനാണ്, ആ ഒരു വിരക്തനായി മാറാനാണ്. കൂടുതലായിട്ടും ഭോഗങ്ങളിലേക്ക് പോകാതെ ആധ്യാത്മികത അറിയൂ എന്നാണ്. അപ്പോൾ ധ്യാനം ചെയ്യാനും ആധ്യാത്മികതയെ ഉൾക്കൊള്ളാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ശനി തരുന്നത്. അതേസമയം വിദേശത്ത് ജോലി ലഭിക്കാനാണെങ്കിൽ, ഒരു ജോലി മാറ്റത്തിനാണെങ്കിൽ ഒക്കെ നല്ല സമയവുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ദീർഘകാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി ലഭിക്കാനാണെങ്കിലും, മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനാണെങ്കിലും ഒക്കെ സമയങ്ങൾ വന്നു ചേരും. കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് അത്ര വലിയ ലാഭങ്ങളല്ല, കുറച്ചൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടങ്ങൾ വരുന്നതാണ്. ഈ നഷ്ടങ്ങൾ എന്നത് പ്രാരാബ്ധങ്ങൾ കുറഞ്ഞു വരുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. മീനം ലഗ്നം, മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതിയാണെങ്കിലും, അതുപോലെ നിങ്ങളുടെ ലഗ്നത്തിലാണ് ഉത്രട്ടാതിയിലൂടെ രാഹു ഗോചരം ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് പകുതി വരെയുള്ള സമയങ്ങളിൽ. അപ്പോൾ ഈ ഒരു സമയം എന്നത് നിങ്ങളൊരു മായയിൽ അകപ്പെട്ടു പോകാതെ ഒരു റിയാലിറ്റിയിൽ ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇതാണ് റിയാലിറ്റി, ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നത് ഇതൊക്കെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇതല്ല റിയാലിറ്റി. നിൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് നിനക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു ഹെൽപ്പുമായിട്ട്, സഹായവുമായിട്ട് വന്നത്. അതുപോലെ നിങ്ങൾ വിചാരിച്ചിരുന്ന കുറേ യാഥാർത്ഥ്യം എന്നത് അതൊരു മായയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള കാര്യമാണെങ്കിലും, ഞാൻ ഏറ്റവും വിശ്വസിച്ച എൻ്റെ കൊലീഗ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വർക്ക് പ്ലേസിലെ ആൾക്കാർ, മേലധികാരിയോ ആരുമായിക്കോട്ടെ, തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥ മുഖം എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നൊരു വ്യക്തിയായിരിക്കാം.
നിങ്ങൾ മോശമാണ് എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാം, അദ്ദേഹമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കുന്നത്. അതായത് രണ്ട് തരത്തിലുമാകാം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ, ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, ദശാകാലങ്ങൾ, അന്തർദശ പ്രത്യന്തർദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. എന്നിരുന്നാലും ഒരു ജനറൽ ഇത് പറയുകയാണെങ്കിൽ, ആ ഒരു സുഹൃത്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആരൊക്കെ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് അത് നിങ്ങൾക്കറിയാവുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ ആരോഗ്യം എന്നത് അതൊരു ആ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് എൻ്റെ ആരോഗ്യം, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നതല്ല യാഥാർത്ഥ്യം. അങ്ങനെ ഒരു റിയാലിറ്റി എന്നതിൻ്റെ മുന്നിലേക്ക് വരും. അങ്ങനെയുള്ളൊരു സമയമാണ്. മറ്റൊന്ന്, ശനി ആവശ്യപ്പെടുന്നത് ആ ഒരു സോഷ്യലി കുറച്ച് ഐസൊലേറ്റ് ആകാൻ. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അത്ര വലിയ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ കുറച്ചൊരു ഒറ്റപ്പെടൽ ശനി ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടും. അതായത് നിങ്ങൾക്ക് പതുക്കെ ഈ വലിയ ഗ്രൂപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ സർക്കിളിൽ നിന്നൊക്കെ മാറാനുള്ളൊരു ടെൻഡൻസിയും ശനി തരും. അത് ശരിക്കും നല്ലതാണ്. നിങ്ങൾക്ക് ആ ഒരു മീനം ലഗ്നം, മീനം രാശി എന്ന് പറയുമ്പോൾ അതൊരു മോക്ഷരാശിയാണ്. അപ്പോൾ നിങ്ങൾ ജനിക്കുമ്പോൾ ആ ഒരു രാശി പ്രോമിനൻ്റ് ആയിട്ട് ജാതകത്തിൽ വരികയാണെങ്കിൽ, ഈ രാശിയിൽ സൂര്യനായാലും മറ്റേത് ഗ്രഹങ്ങളാണെങ്കിലും ആത്മകാരക ഗ്രഹമൊക്കെ ഉണ്ടായാലും സാഹചര്യം ഇതാണ്. നമ്മൾ എത്ര തന്നെ വിചാരിക്കുകയാണ് ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുമ്പോൾ, ഇതാണ് അമ്മ, ഇതാണ് അച്ഛൻ, ഇതാണ് കുഞ്ഞുങ്ങൾ, ഇതെൻ്റെ ഓഫീസ് എന്നൊക്കെ വിചാരിച്ച് ഇതാണ് റിയാലിറ്റി എന്ന് വിചാരിക്കുമ്പോൾ, ഈ ഒരു സമയത്ത് ശനി നിങ്ങളുടെ ആ ഒരു ഭ്രമം, രാഹുവിൻ്റെ സപ്പോർട്ടോട് കൂടി ആ ഭ്രമം തകർക്കാൻ ശ്രമിക്കും. അത് നല്ലതിനാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, യാഥാർത്ഥ്യം എന്നത് ഇതല്ല, ഇതൊരു മായ, താൽക്കാലികമായിട്ടുള്ള അതിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവാന്റെ അംശമാണ്. അപ്പോൾ അവിടേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ആ ഒരു ആധ്യാത്മികതയിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ശനി തരും. ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പെയിൻഫുള്ളുമായിരിക്കും. നമ്മുടെ ആ ഒരു മായയിൽ നിന്ന്, ഭ്രമത്തിൽ നിന്ന് നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കുമ്പോൾ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ചില സുഹൃത്തുക്കൾ വിട്ടുപോയേക്കാം, കുടുംബത്തിൽ നിന്ന് ചില വിപരീത സാഹചര്യങ്ങൾ വന്നേക്കാം, സോഷ്യലി ചിലപ്പോൾ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം വന്നേക്കാം. ശനി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, രാഹുവിൻ്റെ സഹായത്തോടെ കാണിച്ചു തരുന്നത് മായയിലായിരുന്നു എന്നാണ്. കാട്ടിക്കൂട്ടലുകളായിരുന്നു. അതായത് എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പിക്നിക്കിനും ടൂറിനും ഒക്കെ വന്ന ആ ഗ്രൂപ്പ് അതൊരു മായയായിരുന്നു, ഒരു കാട്ടിക്കൂട്ടലായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥയിൽ എനിക്കാരാണ് കൂടെയുള്ളതെന്നൊരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കി തരും. ഈ ഒരു ഗോചരത്തെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് എഴുതാൻ, ആധ്യാത്മിക ചിന്തകൾ വർദ്ധിപ്പിക്കാനായിട്ട്, ആധ്യാത്മിക യാത്രകൾ നടത്താനായിട്ട്, നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ നിങ്ങൾക്ക് ആധ്യാത്മിക കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, ഒരു NGO, അങ്ങനെയുള്ള സംഘടനകളെ ഒക്കെ, അതുപോലെ രോഗികളെയൊക്കെ നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ ശനിയുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്തൊരു ഭ്രമം ഉണ്ടാകും. രാഹു ലഗ്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭ്രമം തരുന്നതാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുകളിലൊരു പുക മറഞ്ഞിരിക്കുന്നത് പോലെയാണ് രാഹു ലഗ്നത്തിലിരിക്കുമ്പോഴുള്ള ഒരവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ശരിക്കും നല്ലൊരു ഡോക്ടറെ ലഭിച്ചില്ല എന്ന് വരാം. അതൊന്ന് ശരിക്കും എന്താണ് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതായത് വെല്ലുവിളികൾ തരുന്നതാണ്. അതേപോലെ മീനം ലഗ്നം, മീനം രാശിക്കാർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന റിലേഷൻഷിപ്പ് എന്നത് അതും ഒരു മായയായിരിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമാണ് വളരെയധികം സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നത്, അതാണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുമെങ്കിലും ഈ രാഹു ഉത്രട്ടാതിയിലേക്ക് വന്നിട്ട് പതുക്കെ ശനിയുടെ സഹായത്തോടു കൂടി ആ ഭ്രമം മാറ്റിത്തരാൻ സഹായിക്കുന്നതാണ്. രാഹുവിൻ്റെ ഗോചരം പിന്നീട് കുംഭത്തിലേക്കൊക്കെ വരുമ്പോൾ ആ റിയാലിറ്റി ശരിക്കും മനസ്സിലാക്കി തരും. ഇവിടെ ഇത്തരം ഉദാഹരണങ്ങൾ പറയുമ്പോൾ ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, ജാതകത്തിലെ ഗ്രഹങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന അന്തർദശാകാലങ്ങൾ, ശനിയുടെ പൊസിഷൻ, രാഹുവിൻ്റെ പൊസിഷൻ, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ്. പക്ഷെ ജനറലി ഇവരുടെ ഈ പൊസിഷൻ വെച്ചിട്ടുള്ള ഫലങ്ങളാണിത്. ഇതിനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സമയത്ത് വിദേശത്ത് ജോലി ലഭിച്ചാൽ അത് സ്വീകരിക്കാനും, മൾട്ടിനാഷണൽ കമ്പനികളിലെ ജോലിയാണെങ്കിലും അതിനൊക്കെ നല്ലതാണ്. വിദേശയാത്ര നടത്താനും, IT ഫീൽഡുകളിൽ, അതുപോലെ എവിടെയൊക്കെ ആ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലുണ്ടോ അവിടെയൊക്കെ നല്ല ഒരു ഫലം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കായിട്ട്, അതുപോലെ ആധ്യാത്മിക ഉന്നതിക്കായിട്ടും ഇതിനെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ശനി വക്രഗതിയിൽ
അതുപോലെ രാഹു ഉത്രട്ടാതിയിലൂടെ ഉള്ള ഗോചരം ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം, സ്നേഹം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.